പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, അങ്ങേ കാത്തിരിക്കുന്നവർക്ക് സമാധാനം നൽകണമേ. അങ്ങനെ അങ്ങേ പ്രവാചകരുടെ വിശ്വാസ്യത തെളിയട്ടെ. അങ്ങേ ദാസന്റെയും അങ്ങേ ജനമായ ഇസ്രായേലിന്റെയും പ്രാർത്ഥനകൾ കേൾക്കണമേ. പ്രിയ സഹോദരരെ, കർത്താവിന്റെ അനന്തമായ സ്നേഹം പ്രകടമാക്കുന്ന ഈ ദിവ്യയാഗത്തിലേക്ക് കർത്താവിന്റെ ദിവസവും നമുക്ക് ഭക്തിയുടെ സ്നേഹത്തോടെ പ്രവേശിക്കാം. ഈ ദിവസം നമുക്ക് നൽകി അനുഗ്രഹിച്ച തമ്പുരാന്റെ കരങ്ങളിലേക്ക് നമ്മളെ കൊടുത്ത് നമ്മുടെ ഹൃദയാഭിലാഷങ്ങളെല്ലാം ഈ ആൾക്കാരെയും നമുക്ക് ചേർത്ത് വയ്ക്കാം. ഇന്ന് സവിശേഷമായി ലോകം മുഴുവന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് കോവിഡ് രോഗബാധയെ നമ്മുടെ നാട്ടിൽ നിന്നും ലോകം മുഴുവനിൽ നിന്നും നിർമ്മാർജ്ജനം ചെയ്യാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നീറ്റ് എക്സാമിനേഷൻ പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഇടവകയിൽ നിന്ന് പലരും ആ പരീക്ഷയിൽ എഴുതുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രൂപതയിൽ പ്രവർത്തിക്കുന്ന ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് അനേകം മക്കൾ ഒത്തിരി പ്രാർത്ഥനയോടെ അവരിലേക്ക് ആ പരീക്ഷയിൽ എഴുതുകയാണ്. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് അവരെ ശക്തീകരിക്കുവാനും അവരുടെ ബുദ്ധിയെയും ബോധത്തെയും പ്രകാശിപ്പിക്കാനും നമുക്ക് ഇതിനെ കുറിച്ച് പ്രാർത്ഥിക്കാം. ഈ ദിവ്യയാഗം ഭക്തിയോടും വിശുദ്ധിയോടും കൂടെ സമർപ്പിക്കാൻ നമ്മുടെ പാപങ്ങളെ കുറിച്ച് പശ്ചാത്തലിക്കുക. സർവശക്തനായ ദൈവത്തോടും ഞാൻ ഏറ്റു പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ തികതികയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരും വിശുദ്ധരോടും സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ.
ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. പ്രഭാഷകന്റെ പുസ്തകത്തിൽ കോപവും ക്രോധവും മ്ലേച്ഛമാണ്, അവ എപ്പോഴും ദുഷ്ടനോട് കൂടെയുണ്ട്. തെറ്റുകൾ ക്ഷമിക്കുക, പ്രതികാരം ചെയ്യുന്നവനോട് കർത്താവ് പ്രതികാരം ചെയ്യും. അവിടുന്ന് അവന്റെ പാപം മറക്കുകയില്ല. അയൽക്കാരന്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടും. അയൽക്കാരനോട് പകവച്ചു പുലർത്തുന്നവന് കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാമോ? തന്നെ പോലെയുള്ളവനോട് കരുണ കാണിക്കാത്തവൻ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതെങ്ങനെ? മർത്യൻ വിദ്വേഷം വെച്ചുകൊണ്ടിരുന്നെങ്കിൽ അവന്റെ പാപങ്ങൾക്ക് ആര് പരിഹാരം ചെയ്യും? ജീവിതാന്ത്യം ഓർത്ത് ശത്രുത അവസാനിപ്പിക്കുക. നാശത്തെയും മരണത്തെയും ഓർത്ത് കൽപ്പനകൾ പാലിക്കുക. കൽപ്പനകളനുസരിച്ച് അയൽക്കാരനോട് കോപിക്കാതിരിക്കുക. അത്യുന്നതന്റെ ഉടമ്പടി അനുസ്മരിച്ച് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ അവഗണിക്കുക. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്, ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്, ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക, എൻ്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ പുകഴ്ത്തുക. എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്, ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. അവിടുന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. അവിടുന്ന് നിന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു. അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്, ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. അവിടുന്ന് എപ്പോഴും ശാസിക്കുകയില്ല, അവിടുത്തെ കോപം എന്നേക്കും നിലനിൽക്കുകയില്ല. നമ്മുടെ പാപങ്ങൾക്കൊത്ത് അവിടുന്ന് നമ്മെ ശിക്ഷിക്കുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്ത് നമ്മോട് പകരം ചെയ്യുന്നില്ല. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്, ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. ഭൂമിക്ക് മേൽ ഉയർന്നിരിക്കുന്ന ആകാശത്തോളം ഉന്നതമാണ് തൻ്റെ ഭക്തരോട് അവിടുന്ന് കാണിക്കുന്ന കാരുണ്യം. കിഴക്കും പടിഞ്ഞാറും തമ്മിൽ ഉള്ളത്ര അകലത്തിൽ നമ്മുടെ പാപങ്ങളെ അവിടുന്ന് നമ്മിൽ നിന്ന് അകറ്റി നിർത്തി. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്, ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, നമ്മിലാരും തനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നില്ല, തനിക്ക് വേണ്ടി മാത്രം മരിക്കുന്നുമില്ല. നാം ജീവിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി മരിക്കുന്നു. ആകയാൽ ജീവിച്ചാലും മരിച്ചാലും നാം കർത്താവിനുള്ളവരാണ്. എന്തെന്നാൽ മരിച്ചവരുടെയും ജീവിക്കുന്നവരുടെയും കർത്താവായിരിക്കുന്നതിന് വേണ്ടിയാണ് ക്രിസ്തു മരിച്ചതും പുനർജീവിച്ചതും. കർത്താവിന്റെ വചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അരുളിച്ചെയ്യുന്നു: ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. ഹല്ലേലൂയ.
അക്കാലത്ത് പത്രോസ് മുന്നോട്ട് വന്ന യേശുവിനോട് ചോദിച്ചു, കർത്താവേ, എന്നോട് തെറ്റ് ചെയ്യുന്ന എൻ്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യം. യേശു അരുളി ചെയ്തു, 7 എന്നല്ല 70 പ്രാവശ്യം എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യം തൻ്റെ സേവകന്മാരുടെ കണക്ക് തീർക്കാൻ ആഗ്രഹിച്ച ഒരു രാജാവിന് സദൃശം. കണക്ക് തീർക്കാൻ ആരംഭിച്ചപ്പോൾ 10,000 താലന്ത് കടപ്പെട്ടിരുന്ന ഒരുവനെ അവർ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അവന് അത് വീട്ടാൻ നിർവാഹമില്ലാതിരുന്നത് കൊണ്ട് അവനെയും ഭാര്യയെയും മക്കളെയും അവൻ്റെ സമസ്ത വസ്തുക്കളെയും വിറ്റ് കടം വീട്ടാൻ യജമാനൻ കൽപ്പിച്ചു. അപ്പോൾ സേവകൻ വീണ് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, പ്രഭു, എന്നോട് ക്ഷമിക്കണമേ, ഞാൻ എല്ലാം തന്നു വീട്ടിക്കൊള്ളാം. ആ സേവകന്റെ യജമാനൻ മനസ്സലിന് അവനെ വിട്ടയക്കുകയും കടം ഇളച്ചു കൊടുക്കുകയും ചെയ്തു. അവൻ പുറത്തിറങ്ങിയപ്പോൾ തനിക്ക് 100 ദിനാർ നൽകാനുണ്ടായിരുന്ന തൻ്റെ സഹസേവകരിൽ ഒരുവനെ കണ്ടുമുട്ടി. അവൻ്റെ കഴുത്ത് പിടിച്ച് ജനിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, എനിക്ക് തരാനുള്ളത് തന്നു തീർക്കുക. അപ്പോൾ ആ സഹസേവകൻ അവനോട് വീണപേക്ഷിച്ചു, എന്നോട് ക്ഷമിക്കണമേ, ഞാൻ തന്നു വീട്ടിക്കൊള്ളാം. എന്നാൽ അവൻ സമ്മതിച്ചില്ല. കടം വീട്ടുന്നതുവരെ സഹസേവകനെ അവൻ കാരാഗൃഹത്തിലിട്ടു. സംഭവിച്ചതറിഞ്ഞ് മറ്റു സേവകന്മാർ വളരെ സങ്കടപ്പെട്ടു. അവർ ചെന്ന് നടന്നതെല്ലാം യജമാനനെ അറിയിച്ചു. യജമാനൻ അവനെ വിളിച്ചു പറഞ്ഞു, ദുഷ്ടനായ സേവക, നീ എന്നോട് കേണപേക്ഷിച്ചത് കൊണ്ട് നിന്റെ കടമെല്ലാം ഞാൻ ഇളച്ചു തന്നില്ലേ? ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിന്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? യജമാനൻ കോപിച്ച് കടം മുഴുവൻ വീട്ടുന്നതുവരെ അവനെ കാരാഗ്രഹത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. നിങ്ങൾ നിങ്ങളുടെ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോട് ഇതുപോലെ തന്നെ വർദ്ധിക്കും. കർത്താവിന്റെ സുവിശേഷം. ശൈവാത്സവമുള്ള സഹോദരി സഹോദരന്മാരെ, കർത്താവിൻ്റെ വചനം ക്ഷമിക്കുവാനാണ് നമ്മളോട് ഇന്ന് ആവശ്യപ്പെടുന്നത്. നമ്മൾ കേട്ടിട്ട് അനുസരിക്കാതെ ഇരിക്കുന്ന ഒരു വചനമാണ്. അവർ കേട്ടിട്ടും കേൾക്കുന്നില്ല, കണ്ടിട്ടും കാണുന്നില്ല എന്നൊക്കെ കർത്താവ് പറയുന്നത് ഇത്തരം കർത്താവിൻ്റെ വചനങ്ങൾ നമ്മൾ അനുസരിക്കാതെയും ഇരിക്കുമ്പോഴാണ് നമുക്ക് ഓർക്കാം. ഇവിടെ താലന്തിൻ്റെ കാര്യം പറയുന്നത് ഓർക്കുന്നത് നല്ലതാണ്. ആരാണ് യജമാനൻ? യജമാനൻ ദൈവമാണ്, നമ്മളാണ് ആ കടക്കാരൻ. നമ്മൾ 10,000 താലന്ത് കടപ്പെട്ടിരിക്കുന്നു അത് വലിയൊരു തുകയാണ്. വെറുതെ ഒന്നത് കണക്ക് കൂട്ടി നോക്കാം. അതായത് ഒരു താലന്ത് എന്ന് പറയുന്നത് 6,000 ദ്രാഗ്മ അഥവാ ദെനാറയ്ക്ക് തുല്യമാണ്. നമുക്കറിയാം, ഒരു ദെനാറ അഥവാ ഒരു ദ്രാഗ്മ ഒരു ദിവസത്തെ കൂലിയായിട്ടാണ് അന്ന് കൊടുത്തിരുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 20-ാം അധ്യായത്തിൽ നമ്മൾ അത് കാണുന്നുണ്ട്. ഒരു ദിവസം ഒരു ദെനാറയ്ക്ക് എന്ന രീതിയിൽ അവർ തൊഴിൽ ചെയ്യാൻ സമ്മതിക്കുന്നതും 11-ാം മണിക്കൂറിൽ വരുന്നവന് ഒരു ദെനാറ കൊടുക്കുന്നതും. അപ്പോൾ ഒരു ദിവസത്തെ കൂലി ഒരു ദെനാറയാണ്. അപ്പോൾ 6,000 ദെനാറ എന്ന് പറഞ്ഞാൽ 6,000 ദിവസത്തെ കൂലിയാണ്. ഈ 6,000 നമ്മൾ ഒരു ശരാശരി അതൊന്ന് കൂട്ടി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ദിവസം ഒരു ദ്രാഗ്മ നമുക്കത് 1,000 രൂപയായിട്ട് തരാം. സാധാരണ എന്തെങ്കിലുമൊക്കെ സാധാരണ പണിക്ക് പോകുന്ന ആൾക്ക് കിട്ടുന്ന തുകയാണ്. 1,000 രൂപ ഏതാണ്ട് നമ്മളത് ശരാശരി എടുക്കുക കൂട്ടാനുള്ള എളുപ്പത്തിന് വേണ്ടി. അപ്പോൾ 6,000 ഇൻറ്റു ഗുണം 1,000 അത് 60 ലക്ഷം. അപ്പോൾ ഒരു താലന്തിൻ്റെ ഏകദേശ ഇപ്പോഴത്തെ മൂല്യം അത്രയും വരുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിൽ കണക്ക് പറയുന്നതാണ്, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല, എക്സാക്ട്ലി അതല്ല. നമ്മൾ ആ ഒരു ബിബ്ലിക്കൽ ബൈബിളിൻ്റെ ആ കൊടുത്തിരിക്കുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ ശൈലിയിൽ കൂട്ടിയെടുക്കാൻ ശ്രമിക്കുക. 60 ലക്ഷം ഒരു താലന്ത്, 10,000 താലന്ത് എന്ന് പറയുമ്പോൾ അപ്പോൾ ഈ 60 ലക്ഷത്തെ 10,000 കൊണ്ട് ഗുണിക്കണം. ഞാനത് ഗുണിച്ചു. അപ്പോഴാണ് 6,000 കോടിയാണ് അതെന്ന് മനസ്സിലായത്. 6,000 കോടി, അതായത് അത്രയും തവണ ദൈവം നമ്മളോട് ക്ഷമിക്കുക, അത്രയും കടം നമുക്ക് ഇളച്ചു ഓരോരുത്തർക്കും. അതായത് അനന്തമായി 1,000 കോടി നിൽക്കുന്നത് വലിയൊരു തുക പറയാൻ കൃത്യം 6,000 കോടി 6,001 കോടിയായപ്പോൾ നമ്മുടെ കർത്താവ് ക്ഷമിച്ചില്ലെന്നല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ അത്രയും വലിയ കടക്കാരാണ് നമ്മൾ. ഈ കടം തീർത്തിട്ട് നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റാത്തതുകൊണ്ട് ദൈവം ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങി വന്ന് കുരിശിൽ ഈ കടങ്ങളെല്ലാം അങ്ങോട്ട് വീട്ടി.
നമുക്ക് വേണ്ടി മരിച്ചു, നമ്മുടെ കടങ്ങൾ മുഴുവൻ വീട്ടി. അതാണ് കർത്താവ് ചെയ്യുന്നത്. എന്നിട്ട് കർത്താവ് പറയണം, മകനെ മകളെ കടം നിളച്ചു കൊടുക്കും. നിന്റെ കുടുംബത്തിൽ, നമുക്ക് നമ്മുടെ കുടുംബത്തിലോട്ട് വരാം. മാതാപിതാക്കളെ ശത്രുക്കളായി കാണുന്ന അനേകം മക്കളുണ്ട്. എത്ര പറഞ്ഞു കൊടുത്താലും, എൻ്റെ അനുഭവമാണ് ഞാൻ, എത്ര പറഞ്ഞു കൊടുത്താലും കുഞ്ഞെ അവൻ നിന്റെ ശത്രുവല്ല. ഒന്ന് വഴക്ക് പറഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ നീ പോകുന്ന വഴി, അല്ലെങ്കിൽ അന്ന് ശിക്ഷിച്ചു, വഴക്ക് പറഞ്ഞു, ശാസിച്ചു, തിരുത്തി, ചിലപ്പോൾ അല്പം ക്രൂരമായിട്ട് പെരുമാറി. അപ്പനും അമ്മയും ആകാതിരിക്കുന്നില്ല സ്നേഹങ്ങൾ. ഒരുപാട് മാതാപിതാക്കൾ കണ്ണീർ വീഴ്ത്തുന്നു. അപ്പൻ്റെയും അമ്മയുടെയും കണ്ണുനീരിൽ നമ്മുടെ കഞ്ഞി വേവില്ല, മറക്കരുത്. കാരണം അത് 4ാമത്തെ കൽപ്പനയാണ്. കൽപ്പന ലംഘിച്ചിട്ട് നീ എന്ത് വിശേഷപ്പെട്ട ക്രിസ്തീയ ജീവിതം നയിക്കാനാണ്? അതൊരു വലിയ കൽപ്പനയാണ്. അനുഗ്രഹം ചേർത്ത് വെച്ച ഏക കൽപ്പനയാണ്. അപ്പോൾ അവരെ നമ്മൾ സങ്കടപ്പെടുത്തിയിട്ട് നമുക്കൊന്നും നേടാനില്ല. അവർ തെറ്റ് കാണിക്കുമ്പോൾ ശാസിക്കുകയോ തിരുത്തുകയോ ചെയ്തതെന്നല്ല ഈ പറയുന്നതാണ്. വഴക്ക് പറയേണ്ടപ്പോൾ വഴക്ക് പറയണം, തെറ്റ് കാണിച്ചാൽ മാതാപിതാക്കളോട് പറഞ്ഞ് തിരുത്തി കൊടുക്കണം. പക്ഷെ അവരുടെ കണ്ണുനീര്, അവരെ സങ്കടപ്പെടുത്തി ഉപദ്രവിച്ച് അവരോട് മിണ്ടാതെ പിണങ്ങി ഒക്കെ അവരെ എത്രയോ മാതാപിതാക്കളുടെ കണ്ണുനീര് കാണുന്നു. മക്കളുടെ കാര്യമെടുത്ത് മക്കളുമായിട്ട് നമ്മുടെ ബന്ധമെടുക്കുന്നത് എന്ത് ഊഷ്മളതയാണുള്ളത്. നമുക്ക് ഓർക്കാം, നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പൊറുക്കത്തില്ല. ജീവിത പങ്കാളി ഒരു 90% പേരും സങ്കടത്തോട് സ്നേഹിക്കാതെ ജീവിക്കുന്നത് നമ്മൾ കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു. ഇത്രയും ഉദാത്തമായ ഒരു ബന്ധത്തിൽ എങ്ങനെയാണ് അത്രയും ശത്രുത വരുന്നത്? എൻ്റെ പ്രിയമുള്ളവരെ, നമുക്ക് പറ്റില്ല എന്നൊക്കെ മനസ്സിലാകുന്നില്ല. നമുക്കത് പറ്റില്ല, പിന്നെ ആർക്ക് പറ്റും? ഈ ക്ഷമ വരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിന്നാണ്. പരിശുദ്ധാത്മാവിൽ നമ്മൾ നിറയാതെ നമുക്ക് ക്ഷമിക്കാൻ പറ്റില്ല എന്ന്. അതുകൊണ്ടല്ലേ നമ്മൾ ആത്മാഭിഷേകത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നത്. ആത്മാവ് വന്ന് നിറയുമ്പോഴാണ് നമ്മൾ ഇത്തരം ക്ഷമിക്കാനാവാത്ത അവസ്ഥ, കോപാവസ്ഥ, ജഡത്തിന്റെ ഫലങ്ങൾ വിട്ടുപോകണമെങ്കിൽ ദൈവപരിശുദ്ധാത്മാവ് നിറയണം. അങ്ങനെ പറ്റും. നമുക്ക് പറ്റില്ല, നമ്മൾ മനുഷ്യരാണ്, നമ്മൾ ബലഹീനരാണ്, നമുക്കത് പറ്റില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് നമ്മുടെ കുടുംബങ്ങളിൽ നമുക്ക് എന്തുകൊണ്ടാണ് നമ്മൾ ഈ ബലം പിടിച്ചും വഴക്കിട്ടും മിണ്ടാതെ ഇരിക്കുന്നതും? കുടുംബം എടുക്കുക. പരിസരത്തോട്ട് പോകുന്നത് കുടുംബത്തിൽ മാത്രം എടുത്താൽ മതി. കുടുംബത്തിൽ ഇതുണ്ട്, നമുക്കറിയാം. അപ്പൊ നമ്മുടെ ഈ വഴക്കും പിണക്കവും ഒക്കെ ആത്മാവായ ദൈവത്തിന്റെ അഭിഷേകം നമ്മളിൽ ജ്വലിക്കാത്തതുകൊണ്ട് ആത്മാവ് നമുക്ക് നൽകപ്പെട്ടു. കാരണം ഇപ്പൊ ഈ വചനം പറയുന്നു, ഇത് കേൾക്കണമെങ്കിൽ ദൈവാത്മാവ് നമ്മുടെ അഭിഷേകം ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് പൊറുക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ 7 പ്രാവശ്യം ക്ഷമിച്ചു, കാരണം 70 പ്രാവശ്യം. കാരണം ദൈവം നിന്നോട് അനന്തമായി ക്ഷമിച്ചു. കുരിശിൽ വന്ന് നിനക്ക് വേണ്ടി ആ കടം വീട്ടി. കുരിശിൽ കിടക്കുന്നത് ഒരു കടപ്പാടാണ്. അപ്പോൾ അവൻ അങ്ങനെ നമുക്ക് വേണ്ടി മരിച്ചപ്പോൾ അവന് വേണ്ടി മരിക്കാനുള്ള വിളിയാണ് നമുക്ക്. വേറെ ആരും ഈ കാര്യം ചെയ്തിട്ടില്ല പ്രിയമുള്ള. എന്തുകൊണ്ടാണ് ഈശോയ്ക്ക് ഇത്രയും ശത്രുക്കൾ? തിന്മയാണ്. വേറെ ഒരു വിഭാഗത്തെയും ആക്രമിക്കുന്നില്ലല്ലോ. കർത്താവിനെയാണ് ആക്രമിക്കുന്നത്, കർത്താവിൻ്റെ സഭയാണ് ആക്രമിക്കുന്നത്. വേറെ ഏതെങ്കിലും സഭയോ കൂട്ടായ്മയെ ആക്രമിക്കുന്നത്, ഏതെങ്കിലും മതത്തെ ആക്രമിക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സോഷ്യൽ മീഡിയ ആകട്ടെ, പുറത്താകട്ടെ, ഇന്നും കർത്താവിൻ്റെ നാമത്തിൽ പ്രതി 11 പേര് കൊല ചെയ്യപ്പെടും. വേറെ ഒരു മതവിഭാഗത്തിലും അത് സംഭവിക്കുന്നില്ല. കാരണം സത്യമാണ് ഈ തൂങ്ങിക്കിടക്കുന്നത്. അപ്പം നമുക്കിത് നമ്മൾ അറിയണം. ഈ വലിയ സത്യത്തെ അറിഞ്ഞിട്ട് ഈ നിനക്ക് വേണ്ടി മരിച്ചവനെ സ്നേഹിക്കാൻ നീ ആരെ സ്നേഹിക്കാൻ നടക്കാമെന്ന് ചോദിക്കണം. ആ ഈശോ പറയുകയാണ്, ശത്രുവിനെ സ്നേഹിക്കാൻ, നിന്നെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അത് നിന്റെ കുടുംബത്തിൽ തുടങ്ങാനാണ് ഈ പറയുന്നത്. ആദ്യം ജീവിത പങ്കാളിയെ, മാതാപിതാക്കളെ, മക്കളെ. നമ്മൾ അങ്ങനെ ഒരു സ്നേഹത്തിൻ്റെ സംസ്കാരം നമ്മുടെ കുടുംബത്തിൽ നമുക്ക് സാധിച്ചിരുന്നെങ്കിൽ നമുക്ക് ആത്മാവാലേക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ, നീ അഭിഷേകം ചെയ്യണമേ, നീ ഞങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. എന്നിട്ട് ഞങ്ങൾക്ക് ക്ഷമിക്കാനുള്ള നിന്റെ ഫലങ്ങളിൽ 3ാമത് ഞങ്ങൾ പറയുന്ന സ്നേഹം, ആനന്ദം, ക്ഷമ. ആ ക്ഷമ ഞങ്ങളിൽ നടക്കണമേ. കുരിശിലെ ക്ഷമ തന്ന് ഞങ്ങളെ. കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പറഞ്ഞല്ലോ, പിതാവേ ഇവർ ചെയ്യുന്നതെന്ന് ഇവർ അറിയുന്നില്ലായിരുന്നു. പ്രിയമുള്ളവരെ, അറിയാത്തത് കൊണ്ടാണ് അവർ നമ്മളെ സങ്കടപ്പെടുന്നത്. ഓർക്കാം, ക്ഷമിക്കുവാനുള്ള അഭിഷേകമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറഞ്ഞു കവിയട്ടെ. നമുക്ക് നമ്മുടെ വിശ്വാസ പ്രമാണം ഉച്ചത്തിൽ ഏറ്റുചൊല്ലാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവ് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശം
പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിന്റെ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർത്തുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്ന് പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാരോട് സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികമായ സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏക ജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, നമ്മുടെ ഹൃദയാകാംക്ഷകളെല്ലാം ഈ ആൾക്കാരയിലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ഭവനങ്ങളെ നമുക്ക് വിട്ടുകൊടുക്കാം. കർത്താവ് വലിയ വാത്സല്യം ചൊരിഞ്ഞ് ക്ഷമയുടെ ആത്മാവിനെ നമ്മൾ ഓരോരുത്തർക്കും തരട്ടെ. അവരെ ക്ഷമിക്കാൻ കാത്തു നിൽക്കാതെ ക്ഷമിക്കാനുള്ള കൃപ നമ്മളിലേക്ക് ദൈവാത്മാവ് ജ്വലിപ്പിക്കട്ടെ. നമ്മുടെ മാതാപിതാക്കളെ നോക്കാം, ജീവിത പങ്കാളിയും മക്കളെയും നോക്കാം. കർത്താവ് ഇപ്പോൾ തന്നെ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ നമ്മിൽ നിറയ്ക്കട്ടെ. നമ്മുടെ നാടിനെ മുഴുവനും നോക്കാം, ലോകം മുഴുവനെയും സാംക്രമിക രോഗബാധയിൽ നിന്ന് വിമോചിപ്പിക്കണമേ എന്ന് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. ഇന്ന് പരീക്ഷയെ അഭിമുഖീകരിക്കുന്ന എല്ലാ മക്കളെയും ഈ ആൾക്കാരിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരിൽ ജ്വലിക്കട്ടെ, അവരുടെ ബുദ്ധിയെ ബോധത്തെ പ്രകാശിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ യാത്രകൾ ഇപ്പോൾ മരിച്ചുപോയി നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, തിരുസന്നിധിയിലേക്ക് മക്കൾ ഉയർത്തേറിയ പ്രാർത്ഥനകളെ കാരുണ്യപൂർവ്വം കൽപ്പിച്ചനുഭവിക്കണേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിൽ ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. Amen.
എല്ലാവരുടെയും രക്ഷയ്ക്ക് ഉപകരിക്കട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടി ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങുമെപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. കർത്താവേ, അങ്ങേക്ക് ഞങ്ങളുടെ സ്തുതികൾ ആവശ്യമില്ലെങ്കിലും അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുക എന്നത് അങ്ങ് നൽകിയ വിശിഷ്ട ദാനം തന്നെയാണല്ലോ. ഞങ്ങളുടെ സ്തുതിഗീതികൾ അങ്ങയുടെ അനന്ത മഹിമയെ വർദ്ധിപ്പിക്കുന്നില്ലെങ്കിലും ഞങ്ങളുടെ നിത്യരക്ഷയ്ക്ക് അവ ഉപകരിക്കുന്നുവല്ലോ. ആകയാൽ സ്വർഗീയ സാക്ഷികന്മാരോടൊന്ന് ചേർന്ന് മഹാപ്രതാപവാനായ അങ്ങയുടെ സ്തുതിഗീതികൾ ഞങ്ങൾ അവിരാമം ആലപിക്കുന്നു. അപ്രകാരമത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ
ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനം സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേ കർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിനുമായി ചേർക്കണമേ എന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെന്നും വ്യാപിച്ചു കിടക്കുന്ന സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപനധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയുടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച് സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടു കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗ്ഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടേണം, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗ്ഗത്തിൽ
രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തിൽ ശക്തി പ്രാപിച്ച ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരുടെ അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. നമ്മുടെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവായ യേശുക്രിസ്തു എന്ന സത്യമായ നീതിയിൽ ആശയം സന്നിഹിതനായിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അതേറ്റു പറയുകയും ചെയ്യുന്നു. അങ്ങേ ഭൗമികമായി സ്വീകരിക്കാനാവാതെ ഈ ദിവ്യയാഗത്തിൽ പങ്കുകൊള്ളുന്ന എല്ലാവരിലേക്കും ഇപ്പോൾ തന്നെ ആത്മീയമായി അവിടുന്ന് എഴുന്നേൽക്കണം.
ദൈവമേ, അങ്ങേ കാരുണ്യം എത്ര അമൂല്യം. മനുഷ്യമക്കൾ അങ്ങേ ചിറകുകളുടെ തണലിൽ അഭയം തേടുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ ദാനത്തിന്റെ പ്രവർത്തനം ഞങ്ങളുടെ മനസ്സുകളിലും ശരീരത്തിലും നിറഞ്ഞു നിൽക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ അനുഭവങ്ങളല്ല, പിന്നെയോ അതിന്റെ പ്രവർത്തന ഫലം തന്നെ എന്ന് ഞങ്ങളിൽ വർത്തമാനമാകുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദിവ്യപൂജ സമാപിച്ചു.